ഒറ്റ സെക്കൻഡ് ഇതൊന്ന് കേൾക്കേ. കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഒക്കെ അഹങ്കാര നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോകണ്ടെന്നല്ല പറയേണ്ടി. നാളെ മരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കേണ്ടതാ. ബാധ്യതകളില്ലാതെ കിടക്കണം. ഒരാളെ മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കണം. ഒരാളും മനസ്സ് കരയാതെ കിടക്കണം. ഒരാളും നമ്മളെ ഓർത്ത് വെറുപ്പോടെ കിടക്കരുത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കാക്കൻ്റെ അടുത്ത് പോകണം. നിങ്ങളൊന്ന് പെങ്ങളുടെ അടുത്ത് പോകണം. നിങ്ങളൊന്ന് അളിയാക്കാനോട് സലാം പറയണം. നിങ്ങളൊന്ന് പെങ്ങളെ മക്കളോട് മിണ്ടണം. ഓല് നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും, അവർ നമുക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടാകും. എന്നാലും ഒക്കെ നാളെ പടച്ചോന്റെ അടുത്ത് നിന്റെ മുൻപില് അള്ളാന്റെ കോടതിയില് നിങ്ങൾ തലകുനിച്ചിരിക്കുന്ന എനിക്ക് ഇഷ്ടാകുന്നില്ലക്ക. അതുകൊണ്ട് കുടുംബം നന്നാക്കണേ. ഞാൻ പോലെ നിങ്ങളെപ്പരം ആര് കുറ്റപ്പെടുത്തിയാലും ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു പട്ടിന്റെ വില ആ കുടുംബക്കാരെ തന്നിട്ടില്ലെങ്കിലും എനിക്ക് വിഷമല്ല, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത നന്നാവുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളുണ്ട്. കയറി ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കയറി ചെല്ലാനും ഒന്ന് കൈ പിടിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. അതെ, നമ്മൾ ഈ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ മാതിരി ഒരുപാട് നമ്മളൊക്കെ കുടുംബങ്ങളിലില്ലേ ഇതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം ബന്ധങ്ങൾ തെറ്റി മിണ്ടാതെ നിൽക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള സഹകരണം ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളൊക്കെ കുടുംബത്തിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ. ഒരു പുഞ്ചിരി മതിയാവും, ഒരു പക്ഷേ ഒരൊറ്റ പുഞ്ചിരി അല്ലെങ്കിൽ ഒരു സലാം പറഞ്ഞാൽ മതിയാവും, ഒന്നങ്ങോട്ട് കയറി ചെന്നാൽ മതിയാവും, ഒന്നങ്ങോട്ട് മിണ്ടിയാൽ മതിയാവും. ആ പിണക്കങ്ങളൊക്കെ തീർന്നിട്ട് മുമ്പത്തെക്കാട്ടിലും സന്തോഷത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ആ ബന്ധങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൂടെ നമുക്ക് അല്ലേ. നമുക്ക് പറ്റുന്നത് എപ്പോഴാണ് അടുത്ത നിമിഷം നമ്മളുണ്ടാവുമോ എന്നറിയാത്ത ജീവിതമാണ് നമ്മുടെ മുമ്പിൽ. അടുത്ത നിമിഷം നമ്മളുണ്ടാവുക എന്നുള്ളത് അല്ലേ. നമ്മൾ സ്വന്തം ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, പെങ്ങന്മാരൊക്കെ തന്നെ ഒരുപാട് ആളുകൾ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ ഈ റമദാൻ്റെ ഈ ഒരു ദിവസത്തിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കിയൂടെ അല്ലേ. നമ്മൾ ആലോചിക്കുക എന്ത് കാര്യമാണല്ലോ ഇങ്ങനെ തെറ്റി നിന്നിട്ട്, ഇങ്ങനെ മിണ്ടാൻ നിന്നിട്ട് എന്ത് കാര്യമാണല്ലോ. നമ്മൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരൊക്കെ ചെറുപ്പത്തിൽ എന്ത് സന്തോഷത്തോടു കൂടി ജീവിച്ച ആളുകളാണ്. അങ്ങനെ പെങ്ങന്മാരൊക്കെ എന്തൊരു കളിയും ചിരിയും സന്തോഷമായിട്ട് ജീവിച്ച ആളുകളാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കി എല്ലാവരും. ഓക്കെ, ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും ജീവിതത്തിൽ.